بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، ونشهد أن لا إله إلا الله، ونشهد أن سيدنا محمد رسول الله. اللهم صل وسلم وبارك على حبيبك الأعظم وعلى آله وأصحاب حبيبك الأعظم بعدد كل معلوم لك. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം മൗലിദുൽ ഹുസ്നൈനിയുടെ 19ാമത്തെ അധ്യായം ഹിസ്ബു അഹ്ലുൽ ബൈത്ത്, അതിൻ്റെ ആദ്യത്തെ ഹദീസ് ഗദ്യഭാഗത്തെ കുറിച്ചാണ് നാം സംസാരിച്ചത്. ഇനി നമുക്ക് അതിലെ ആദ്യത്തെ പദ്യമാണ് പറയാനുള്ളത്. അഹ്ലുബൈത്തിനെ കുറിച്ചാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. ഇത് അഹ്ലുബൈത്തിനെ കുറിച്ചുള്ള ഒരു പദ്യമാണ്. ഖൗമും മിനന്നാസി കുല്ലന്നാസി ഖസാദു, ജനങ്ങളിൽ വെച്ച് ഖൗമും മിനന്നാസ്, ജനങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം, അവർ മനുഷ്യർ തന്നെയാണ്, പക്ഷേ അവർ കുല്ലന്നാസി ഖസാദു, അവരല്ലാത്ത എല്ലാ ജനങ്ങളുടെയും മീതയാണ്. അംബിയാ മുർസലീങ്ങൾ കഴിഞ്ഞാൽ പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലുബൈത്ത്, ആ അഹ്ലുബൈത്ത് അവരാണ് ലോകത്ത് മറ്റുള്ള എല്ലാ മനുഷ്യരെക്കാളും സ്ഥാനമുള്ളവർ. അങ്ങനെ പറയുമ്പോൾ അഹ്ലുബൈത്ത് എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിലുമുള്ള അഹ്ലുബൈത്ത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ അഹ്ലുബൈത്ത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ശാരീരികമായ ബന്ധത്തിലൂടെയുള്ള അഹ്ലുബൈത്ത്, അള്ളാഹുവിന്റെ ഹബീബിനോട് ആത്മീയമായ ബന്ധത്തിലൂടെയുള്ള അഹ്ലുബൈത്ത്. ഈ രണ്ട് അഹ്ലുബൈത്തും മറ്റുള്ള എല്ലാ ജനങ്ങളെക്കാളും ശ്രേഷ്ഠരാണ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ശ്രേഷ്ഠനാകുന്നത്, ഒരു മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നത് അള്ളാഹുവും റസൂലും അവനെ ഇഷ്ടപ്പെടുമ്പോഴാണ്, അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഏറ്റവും പരിഗണന ലഭിക്കുമ്പോഴാണ്. അപ്പൊ അള്ളാഹുവാലും റസൂലാലും ഏറ്റവും പരിഗണിക്കപ്പെടുന്ന വിഭാഗം അത് അഹ്ലുബൈത്താണ്. കുല്ലന്നാസി ഖസാദു, എല്ലാ മനുഷ്യർക്കും അവര് നേതാക്കളായിരിക്കുന്നു. സർഹൽ മനാഖിബി, മഹിമകളുടെ ഗോപുരത്തെ, മഹിമകളുടെ കൊട്ടാരത്തെ, വത്തഖദീം, എല്ലാവരാലും പരിഗണിക്കപ്പെടലിന്റെ കൊട്ടാരത്തെ, ഖശാദു, ആ കൊട്ടാരം അവര് പടുത്തുയർത്തിയിരിക്കുന്നു. ആര്? അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാൽ തങ്ങന്മാരും, സാധാരണ നാം തങ്ങന്മാർ എന്ന് പറയുന്ന വിഭാഗവും, അതാണ് കഴിഞ്ഞ ഹദീസിൽ നാം പറഞ്ഞത്. ഇനി വരാൻ പോകുന്ന ഒരു വിഭാഗം അള്ളാഹുവിന്റെ ഹബീബിന്റെ റൂഹിന്റെ അഹ്ലുബൈത്ത്. ആ റൂഹിന്റെ അഹ്ലുബൈത്ത് അവരും അവരല്ലാത്ത എല്ലാവരെക്കാളും അവര് മീതെ നിൽക്കുന്നവരാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിഗണന ഉള്ള കൂട്ടരാണ്. ഇനി ഈ രണ്ട് അഹ്ലുബൈത്തിൽ ആരാണ് മികവുള്ളവര്? അത് നമുക്ക് പിന്നീട് വിവരിക്കാം. ഔലാദു ഫാത്തിമത സഹറാഇ ബദഅതി ഖൈറിൽ ഖൽഖി മിൻ നൂരിഹാ ലിന്നാരി ഹുമാദു. ആരാണ് അഹ്ലുബൈത്ത്? അഹ്ലുബൈത്ത് എപ്പോഴും അത് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയുടെ മക്കളാണ്. ഔലാദു ഫാത്തിമത, ഫാത്തിമ ബീബിന്റെ മക്കളാണ് അവർ. ആര്? ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു. അപ്പൊ ഇന്നലെ പറഞ്ഞല്ലോ, നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയിലൂടെയാണ് അഹ്ലുബൈത്ത് എല്ലാം വരുന്നത് എന്ന്. അതിന് മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. ഔലാദു ഫാത്തിമത സഹറായി, സഹറാ എന്ന് പറഞ്ഞാൽ ശോഭന എന്നാണ് അർത്ഥം. ശോഭിക്കുന്ന, ശോഭനയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ. കാരണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറുമായി വലിയ ബന്ധമുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹ രണ്ടർത്ഥത്തിലും അഹ്ലുബൈത്താണ്. അവർക്ക് മുത്തുനബിയുടെ വലിയ നൂറ് കിട്ടിയിട്ടുണ്ട്. മുത്തുനബിയോട് ഭംഗിയിലും നടത്തത്തിലൊക്കെ സാമ്യത ഉണ്ടായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് അവരെ കുറിച്ച് എപ്പോഴും പറയാറുള്ള ഒരു വിശേഷണമാണ് സഹ്റാ. സഹ്റാ, സഹ്റാ എന്ന് പറഞ്ഞാൽ ശോഭന, ശോഭിക്കുന്നവൾ എന്നാണ്. അത് അഹ്ലുബൈത്ത് ശാരീരികമായ ബന്ധമുള്ള മുത്തുനബിയുമായി, മുത്തുനബിയുടെ ശരീരവുമായി ബന്ധമുള്ള അഹ്ലുബൈത്തിനെ കുറിച്ചുള്ള ഒരർത്ഥമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഔലിയായി, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ഔലിയായി, അവരും അഹ്ലുബൈത്ത് തന്നെ. അവര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹുമായി ബന്ധം സ്ഥാപിച്ചവരാണ്. അവർക്കുള്ള എല്ലാ ബന്ധങ്ങളും റൂഹുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോഴും ഔലാദ് ഫാത്തിമത്ത സഹ്റായി എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ട്? ഏതൊരു വ്യക്തിയും വലിയാവുന്നത്, ഇഷ്ടദാസനാകുന്നത്, അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമയായി അള്ളാഹു സ്വീകരിക്കുന്നത്, ആ വ്യക്തി എങ്ങനെ ഒരു വലിയ ജനിക്കുന്നു? ഒരു വലിയന് ജന്മം നൽകുന്നത് ആരാണ്? വലിയന് ജന്മം നൽകുന്നത് ആ വലിയന്റെ നഫ്സുൽ അമ്മാറ എന്ന് പറയുന്ന സാധനം, ദേഹേച്ഛയാണ് നഫ്സുൽ അമ്മാറ.
നഫ്സുൽ അമ്മാറ എന്ന് പറഞ്ഞാൽ മോശമായ കാര്യങ്ങൾ മാത്രം ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിൽ അല്ലാഹു ഫിറ്റ് ചെയ്ത ഒരു കഴിവ്, അത് ദേഹേച്ഛ എന്നാണല്ലോ പറയുക. ആ ദേഹേച്ഛ, സാധാരണക്കാരുടെ ദേഹേച്ഛ നഫ്സുൽ അമ്മാറയാണ്. ആ ദേഹേച്ഛയെ വൃത്തിയാക്കിയാൽ അത് ലവ്വാമയായി മാറും. ലവ്വാമ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആക്ഷേപിക്കുന്ന സ്വഭാവമുള്ള ശരീരമാണ് ലവ്വാമത്ത്. ഇബാദത്തിന്റെ കാര്യത്തിൽ ഉദാസീനത കാണിക്കുമ്പോൾ, ഇബാദത്തുകളിൽ മടി കാണിക്കുമ്പോൾ, അലസത കാണിക്കുമ്പോൾ ആക്ഷേപിക്കുന്ന സ്വഭാവമുള്ള ഇച്ഛ. അതുപോലെ തെറ്റുകൾ മനസ്സിലുദിക്കുമ്പോൾ അതിന്റെ പേരിലും ആക്ഷേപിക്കുന്ന സ്വഭാവമുള്ള നഫ്സ്, മനസ്സ്. ഈ മനസ്സ് തന്നെയാണ് പലതായി മാറുന്നത്. അപ്പൊ മനസ്സ് നന്നാവാൻ പോകുമ്പോൾ അതിന്റെ രണ്ടാം ഘട്ടത്തിലാണ് ആ മനസ്സിനെ കുറിച്ച് അമ്മാറയിൽ നിന്ന് മാറി ആ മനസ്സ് നന്നാവാനുള്ള ആ റെയിൽ കയറിയ സമയത്ത് ആ മനസ്സിന്റെ പേര്, സ്വാലിഹീങ്ങൾ ആ മനസ്സിന്റെ പേര് പറയുന്നത് ലവ്വാമ എന്നാണ്. ലവ്വാമ എന്ന് പറഞ്ഞാൽ ലവ്വാമ എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്നവൾ എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിനെ സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പൊ ലവ്വാമത്ത്, ആക്ഷേപിക്കുന്ന മനസ്സ്. അങ്ങനെ ആക്ഷേപിക്കുന്ന മനസ്സ് അവിടത്തിൽ നിന്നും മുന്നോട്ട് കയറി മുത്തുമഇന്ന എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. മുത്തുമഇന്ന എന്ന് പറഞ്ഞാൽ പിന്നീട് തെറ്റുകൾ ഉദിക്കുന്നില്ല മനസ്സിൽ. ദിക്റുകൾ ചൊല്ലിയാൽ മാത്രമേ ശാന്തമാകൂ, സമാധാനം വരൂ. അള്ളാഹുവിനിക്ക് ഇഷ്ടപ്പെട്ട ആരാധനകൾ, ഇബാദത്തുകൾ അതിൽ മുഴുകുമ്പോൾ മാത്രമേ സമാധാനം വരൂ, അല്ലെങ്കിൽ സമാധാനമില്ല. അങ്ങനെ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ, അള്ളാഹുവിലേക്ക് ശാന്തമാകുന്ന ഇബാദത്തുകളും നന്മകളും മാത്രം തിരഞ്ഞെടുത്ത് ആ ഇബാദത്തുകളിലും നന്മകളിലും ശാന്തത അതിൽ മാത്രം കാണുന്ന, മറ്റുള്ളതിൽ മാനസികമായ വിഷമം കാണുന്ന മനസ്സ്, ആ മനസ്സിനോട് അള്ളാഹു പറയും ഇർജിഇ ഇലാ റബ്ബിക, റബ്ബിലേക്ക് വരൂ. റാളിയതൻ മർളിയ, റബ്ബിനെ നീ പൊരുത്തപ്പെടുക, റബ്ബ് നിന്നെ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ റബ്ബ് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. റബ്ബ് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ നഫ്സ് ഫാത്തിമത്താണ്. ഫാത്തിമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മുത്തനബിയുടെ പൂമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഫാത്തിമ എന്ന് പറയാൻ കാരണം, ഇമാമികളൊക്കെ പറഞ്ഞു ഫാത്തിമത്ത് എന്ന് പറയാൻ കാരണം എല്ലാ മോശത്തരങ്ങളോടും ദുസ്വഭാവങ്ങളോട് ദോഷങ്ങളോട് അവര് അതിനോട് വിട പറഞ്ഞതുകൊണ്ട്, അതിനോട് പൂർണ്ണമായി എതിർത്ത് നിന്നത് കൊണ്ടാണ്, എല്ലാ ദുസ്വഭാവത്തോടും ഫാത്തിമ റളിയല്ലാഹു അൻഹ വിലക്ക് നിന്നത് കൊണ്ടാണ് ഫാത്തിമത്ത് എന്ന പേര് ലഭിച്ചത്. കാരണം ഫാത്തിമത്ത് എന്ന് പറഞ്ഞാൽ വിലക്ക് കൽപ്പിക്കുന്നവൾ, വേണ്ട എന്ന് വെക്കുന്നവൾ എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പൊ എപ്പോഴാണ് നമ്മുടെ മനസ്സ് ഒരു ദുസ്വഭാവം എനിക്ക് വേണ്ട, എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുള്ള തീർപ്പിലെത്തുന്നത്, അത് മുറിച്ചിടണം. അപ്പോഴേ ഫാത്തിമ എന്ന് പറയുകയുള്ളൂ. ഫാത്തിമ എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്നും അർത്ഥമുണ്ട്. പൂർണ്ണമായി ആ തീരുമാനത്തിൽ എപ്പോഴാണ് എത്തുക? നമ്മുടെ മനസ്സ് എപ്പോഴാണ് എത്തുക? അപ്പൊ ആ മനസ്സ് ഫാത്തിമത്തായി. അപ്പൊ മനസ്സ് ഫാത്തിമത്തായി കഴിഞ്ഞാൽ ആ ഫാത്തിമത്തായ മനസ്സാണ് വിലായത്തിനെ സൃഷ്ടിക്കുന്നത്, വിലായത്തിന് ജന്മം നൽകുന്നത്. അപ്പൊ എല്ലാ ഔലിയാവും അവരെല്ലാം ഫാത്തിമയുടെ മക്കളാണ്. അവരുടെ എല്ലാവരുടെയും മനസ്സ് ഫാത്തിമത്തായതിന് ശേഷം മാത്രമാണ് അവർ വലിയാവുന്നത്. മനസ്സ് ഫാത്തിമയാവാതെ ഒരു വലിയുണ്ടാകുന്നില്ല. അതുകൊണ്ട് എല്ലാ ഔലിയാവും ഔലാദ് ഫാത്തിമത്താണ്, അഹ്ലു ബൈത്താണ്. അവരെല്ലാം ഫാത്തിമയുടെ മക്കളുമാണ്. മാത്രമല്ല ഫാത്തിമയായ മനസ്സ് സഹറ ആയിരിക്കും. ഫാത്തിമയായ മനസ്സ് ശോഭയുള്ള മനസ്സായിരിക്കും, തിളങ്ങുന്ന മനസ്സായിരിക്കും. ആ തിളക്കം കൊണ്ടല്ലേ അവര് ഇരുട്ടിലും കാണുന്നത്? ആ തിളക്കം കൊണ്ടല്ലേ അവർക്ക് ആകാശമോ ബിൽഡിങ്ങുകളുടെ ഉള്ളിലിരിക്കുന്ന വലിയ ഒരു ബിൽഡിങ്ങും ആകാശവും ഇരുട്ടുമൊന്നും അതിന്റെ അപ്പുറത്തുള്ളത് കാണാൻ വിലക്കാവാതെ വരുന്നത് എന്തുകൊണ്ടാ? അത് അവരുടെ മനസ്സിനുള്ള സുഹൃത്ത് കൊണ്ടാണ്, മനസ്സിനുള്ള പ്രകാശം കൊണ്ടാണ്, ശോഭ കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ ഔലിയാവും ഔലാദു ഫാത്തിമത്തു സഹ്റാ, ഫാത്തിമത്തു സഹ്റാന്റെ മക്കളാണ്. ബൽഅത്തി ഖൈറിൽ ഖൽഖി, ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ ഖൈറുൽ ഖൽഖി, സൃഷ്ടികളിൽ സമുന്നതരായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഷ്ണമാണ് മുത്തുനബി. ഫാത്തിമത്തു ബൽഅത്തും മിന്നി, ഫാത്തിമ എന്നിൽ നിന്നുള്ള ഒരു പാർട്ടാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കരളിന്റെ കഷ്ണമാണെന്ന് മറ്റൊരു ഹദീസിലുണ്ട്. ബദ്അത്തും മിന്നി എന്ന് മറ്റൊരു ഹദീസിലുണ്ട്. എന്നിൽ നിന്നുള്ള ഒരു ഭാഗമാണ്, എന്നിൽ നിന്നുള്ള ഒരു പാർട്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അങ്ങനെ തന്നെയല്ലേ? നൂർ മുഹമ്മദിയിൽ നിന്നുള്ള ഒരു പാർട്ടാണ് മനസ്സ് എന്ന് പറയുന്ന സാധനം. റൂഹായി പോയി. റൂഹ് എന്ന് പറയുന്നത് എല്ലാവരുടെയും റൂഹ്. ഫാത്തിമ ആയി കഴിഞ്ഞാൽ പിന്നെ ആ നഫ്സ് എന്നല്ല, ആ നഫ്സിന് റൂഹ്, അതിന്റെ പേര് റൂഹ് എന്ന് തന്നെ പറയും. റൂഹിനൊക്കെ പഠിച്ചത് ശരീരം വേറെയും റൂഹ് വേറെയുമായിട്ടാണ് പഠിച്ചത്. അതുകൊണ്ട് എല്ലാ റൂഹും തിരുനബി സല്ലല്ലാഹു നൂർ മുഹമ്മദിയുടെ ഒരു പാർട്ടാണ്. പക്ഷെ ആ നൂറ് അപ്പൊ സാധാരണക്കാരുടെ റൂഹും നൂർ മുഹമ്മദിയുടെ ഒരു പാർട്ടാണോ? അതെ, പാർട്ടാണ്. പക്ഷേ ആ പാർട്ട് അതിന്റെ ഫലം കാണിക്കണമെങ്കിൽ അള്ളാഹുവും റസൂലും തൃപ്തിപ്പെട്ട റൂട്ടിൽ അതിനെ കൊണ്ടുപോയാൽ മാത്രമേ ആ പാർട്ട് അതിന്റെ ഫലം കാണിക്കൂ. ആ പാർട്ടിന് പവിത്രതയുണ്ടാവൂ. ആ പാർട്ടിന് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തിൽ സ്ഥാനം ഉണ്ടാവും. ലോകത്തുള്ള സർവ്വ വസ്തുക്കളും അള്ളാഹുവിന്റെ ഹബീബിന്റെ നൂറിന്ന് പഠിച്ചത് തന്നെയാണല്ലോ. പക്ഷെ ഓരോ വസ്തുവും അതിനർഹിക്കുന്ന സ്ഥാനമാനങ്ങളിലേക്ക് എത്തുന്നത് അത് മറ്റു പരിഗണനകൾ വെച്ചിട്ടാണ്. ആ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബദ്അത്ത്, ആ പാട്ടിന്റെ പ്രകാശത്താൽ ലിന്നാരി ഇഹ്മാദു, നരകത്തെ കെടുത്തു കളയും. റസൂലുള്ളാഹിയുടെ ബദ്അത്ത് എന്ന് വിശേഷിപ്പിച്ച ആ ജുസ് കൊണ്ട് നരകത്തെ കെടുത്തി കളയാൻ കഴിവുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തമുണ്ട്. റസൂലുള്ളാഹിയുടെ ഒരു പാർട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ ഉണ്ടായതുകൊണ്ട് ഒരിക്കലും ആ പാർട്ട് നരകത്തിൽ പോകുന്നതല്ല. നരകത്തിൽ ആ പാർട്ട് ചെന്നാൽ നരകം കെട്ടുപോകും. ഹും ലില്ലനാമി അമാനും മിമ്മഅതിബിഹിം കഫുൽകി നൂഹിം വഹും ലിൽ അർളി ഔതാദു. ഹും ലിൽ അനാമി അമാനുൻ, ഈ അഹ്ലു ബൈത്ത് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെ മക്കള്, അല്ലെങ്കിൽ അഹ്ലു ബൈത്ത്, എല്ലാ അർത്ഥത്തിലുമുള്ള അഹ്ലു ബൈത്ത്, ഹും അവരിൽ അനാമി അമാനുൻ, സൃഷ്ടികൾക്ക്, എല്ലാ സൃഷ്ടികൾക്കും അവർ നിർഭയമാണ്. മിമ്മഅതിബിഹിം, സൃഷ്ടികൾക്ക് വരാനിരിക്കുന്ന ആഫാത്ത് മുസീബത്തിൽ നിന്ന് എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന, എല്ലാ സൃഷ്ടികളെയും ഉൾക്കൊള്ളിക്കുന്ന സമൂലമായ ആഫത്ത് വരുന്നതിൽ നിന്ന്, മുസീബത്ത് വരുന്നതിൽ നിന്ന് അഹ്ലു ബൈത്ത് കാവലാണ്. അല്ലാഹു തആല പൂർണ്ണമായി ഇവിടെ ജനങ്ങളെ ഉന്മൂലനം ചെയ്യാത്തത്, നശിപ്പിക്കാത്തത് എന്തുകൊണ്ടാ? ഖിയാമത്ത് നാൾ വരെ ഇവിടെ അഹ്ലു ബൈത്ത് ഉണ്ടാവണമെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. രണ്ട് അഹ്ലു ബൈത്ത് ഹദീസിൽ വന്നിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ എന്റെ അഹ്ലു ബൈത്ത് നിലനിൽക്കും, എന്റെ പരമ്പര നിലനിൽക്കുമെന്നും ഹദീസ് വന്നിട്ടുണ്ട്. ഔലിയ നിലനിൽക്കുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ലാ യസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖി ഹത്താ യഅതിയ അംറുല്ലാഹ്. ഖിയാമത്ത് നാൾ വരുന്നത് വരെ ഔലിയ ഇവിടെ നിലനിൽക്കും. ആമിലീങ്ങളായ ഉലമാ ഇവിടെ നിലനിൽക്കും. അവർ തന്നെയാണ് ഔലിയാ. ഫാസിഖീങ്ങളായ ആലിമീങ്ങളല്ല. അവരിവിടെ നിലനിന്നിട്ട് കാര്യമില്ല. അഹ്ലു ബൈത്താകുന്ന ആലിമീങ്ങളും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട തങ്ങന്മാരും ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഭൂമിയിൽ അല്ലാഹു തആല പൂർണ്ണമായ ഭൂമിയിൽ ഉന്മൂലനം ചെയ്യുന്ന, മനുഷ്യരെ ഉന്മൂലനം ചെയ്യുന്ന ആഫാത്ത് മുസീബത്ത് അല്ലാഹു തആല ഇറക്കുന്നില്ല. കഫുൽകി നൂഹിൻ വഹും ലിൽ അർളി ഔതാദു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെ, അതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചു. വഹും ലിൽ അർളി ഔതാദു, അഹ്ലു ബൈത്ത് ഈ ഭൂമിക്ക്, ഈ ഭൂമി അത് കുലുങ്ങാതിരിക്കാനുള്ള ആണികളാണ്. ഈ ഭൂമിക്കുള്ള ആണികളാണ് അഹ്ലു ബൈത്ത്. ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കാൻ ആവശ്യമാണ് ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും അഹ്ലു ബൈത്ത് ഉണ്ടായിരിക്കൽ, ഔലിയാ ഉണ്ടായിരിക്കൽ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട ആളുകൾ ഭൂമിയിൽ പരക്ക ഉണ്ടായിരിക്കൽ ഭൂമിയുടെ സന്തുലിതാവസ്ഥക്ക് ആവശ്യമാണ്. ജഅൽ കിതാബു വഅഖ്ബാറുൻ നബി ബിതം ജീദിം വമദ്ഹിൻ ലഹും ഫൽആലു അംജാദു. ജഅൽ കിതാബു, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വന്നിട്ടുണ്ട്. വഅഖ്ബാറുൻ നബി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും വിശുദ്ധ ഖുർആനിലേക്ക് വ്യാഖ്യാനമായി തിരുനബിയുടെ ഹദീസുകളും വന്നു. ബിതംജീദിൻ വമദ്ഹിൻ ലഹും, അഹ്ലു ബൈത്ത് എല്ലാ അർത്ഥത്തിലുമുള്ള, രണ്ടർത്ഥത്തിലുമുള്ള അഹ്ലു ബൈത്തിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടും അവരെ പ്രകീർത്തിച്ചുകൊണ്ടും ഖുർആനിൽ ആയത്തുകളും മുത്തുനബിയുടെ ഹദീസുകളും വന്നിട്ടുണ്ട്. അതിൽ പലതും കഴിഞ്ഞുപോയി, ഇനി വരാനുമുണ്ട്.
ഫൽ ആലു അംജാദു. അതുകൊണ്ട് ആലുന്നബി, മുത്തനബിയുടെ ആല് എന്ന് പറയുന്നതും മുത്തനബിയുടെ അഹ്ലുബൈത്ത് എന്ന് പറയുന്നതും ആലുന്നബി എന്ന് പറയുന്നതുമൊക്കെ രണ്ട് വാക്കിലും രണ്ട് പ്രയോഗങ്ങളിലും അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരുപരമ്പരയും മറ്റു ഔലിയാവും പെടുന്നുണ്ട്. എല്ലാ രണ്ടർത്ഥത്തിലുമുള്ള ആല്. ഫൽ ആലു അംജാദു, അവരാണ് മഹത്തുക്കൾ. ആല് മഹത്തുക്കളാണ്, അഹ്ലുബൈത്ത് മഹത്തുക്കളാണ്. സാധാരണക്കാരായ നമ്മളെ കണ്ടിട്ടല്ല ഈ ഭൂമി ഇങ്ങനെ നിൽക്കുന്നത്. അള്ളാഹു ഇഷ്ടപ്പെട്ട കൂട്ടർ ഇവിടെയുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മക്കൾ ഇവിടെയുണ്ട്. ആ ഹബീബിന്റെ മക്കൾ ഉണ്ടായിട്ടാണ് ഭൂമി. ഇതില് എല്ലായിടത്തും അള്ളാഹു തആല അദാബ് ഇറക്കാതെ, എല്ലായിടത്തും ഭൂമി കുലുക്കമുണ്ടാവാതെ, ഭൂകമ്പമുണ്ടാവാതെ ഈ ഭൂമി ശാന്തമായി നിൽക്കുന്നത്. എത്ര ആളുകളാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിനെ നിഷേധിക്കുന്നവര്? എത്ര ആളുകളാണ് അള്ളാഹു തആല സദാ 24 മണിക്കൂറും അവർക്ക് നന്മ ചെയ്തു കൊടുക്കുന്നു? അവര് അള്ളാഹുവിനെ ചീത്ത പറയുന്നു, അവര് ഭൂമിയിൽ അശാന്തി ഉണ്ടാക്കുന്നു. അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടികൾക്ക്, പ്രത്യേകിച്ച് മനുഷ്യർക്ക് അവര് ദോഷം ചെയ്യുന്നു. അള്ളാഹുവിനോട് കാണിക്കുന്ന ദോഷത്തേക്കാൾ വലിയ ദോഷമാണ് ഭൂമിയിൽ അള്ളാഹുവിന്റെ നല്ല മനുഷ്യര്, അള്ളാഹുവിനെ അംഗീകരിക്കുന്ന നല്ല മനുഷ്യർ, ആ നല്ല മനുഷ്യർക്ക് അശാന്തി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഫയുദ്ഹിബുല്ലാഹു അൻഹും കുല്ല റിജ്സിഹിം മുതഹ്ഹരീന ബിഈമാനിൻ ഫയസ്ദാദൂ. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറാ. ആ ആയത്തിലേക്കുള്ള സൂചനയാണ് ഈ ബൈത്ത്. ആ ആയത്തിന്റെ വ്യാഖ്യാനം ഈ ബൈത്ത് കഴിഞ്ഞ ഉടൻ വരുന്നുണ്ട്. ഫയുദ്ഹിബുല്ലാഹു അൻഹും, അല്ലാഹു അഹ്ലു ബൈത്തിൽ നിന്ന് അകറ്റി കൊടുക്കുന്നു, കുല്ല റിജ്സിഹിം, അവരിൽ നിന്ന് സംഭവിച്ച എല്ലാ വൃത്തിഹീനങ്ങളും, അഹ്ലു ബൈത്തിൽ നിന്ന് സംഭവിച്ച വൃത്തിഹീനങ്ങൾ അല്ലാഹു തആല പോക്കിക്കളയുന്നു, ഇല്ലായ്മ ചെയ്യുന്നു. അല്ലാഹു തആല റസൂലുള്ളാഹിനെ ബഹുമാനിച്ചുകൊണ്ട് പുറത്തു കൊടുക്കുന്നു. അതുപോലെ ഔലിയായ സാലിഹീങ്ങള് അവര് വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് അവരിൽ നിന്ന് സംഭവിച്ച വൃത്തിഹീനമായ പ്രവർത്തനങ്ങൾ അവര് പിന്നെ തൗബ ചെയ്ത് നന്നായി അള്ളാഹുവിന്റെ പ്രീതി പൊരുത്തത്തിലേക്ക് എത്തുമ്പോൾ, വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തുമ്പോൾ അവരിൽ നിന്ന് സംഭവിച്ച മുഴുവൻ വൃത്തിഹീനങ്ങളും എല്ലാ തെറ്റുകളും അല്ലാഹു തആല എല്ലാ തെറ്റുകളുടെയും എല്ലാ കലകളും കലർപ്പുകളും അടയാളങ്ങളും മാർക്കുകളും മുഴുവൻ അല്ലാഹു തആല മായ്ച്ചു കളഞ്ഞ് അവരെ അല്ലാഹു തആല ഭംഗിയുള്ളവരാക്കുന്നു. മുതഹ്ഹരീൻ, അവരെ അല്ലാഹു തആല വിശുദ്ധരാക്കുന്നു. അവർ വിശുദ്ധരായിക്കൊണ്ട് അവരിൽ നിന്ന് അല്ലാഹു തആല വൃത്തിഹീനങ്ങൾ ദൂരീകരിക്കുന്നു. ഈമാനിൻ, നല്ല ഈമാനോട് കൂടെയാണ് അവർ മരിക്കുന്നത്. ഈമാനിന് യാതൊരു കുറവുമില്ലാതെയാണ് അവർ മരിക്കുന്നത്. ഫയസ്ദാദു, ആ ഈമാനികമായ വെളിച്ചം പിന്നീട് അങ്ങ് പവർ കൂടിക്കൊണ്ടിരിക്കും. ഖബറിൽ നിന്നും മഹ്ശറിൽ നിന്നൊക്കെ ആ ഈമാനികമായ വെളിച്ചം പവർ കൂടുന്നതാണ്. ഹും അഹ്ലു ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുഹുമു ഫർളും വബുഗ്ളുഹുമു ഹുൽകും വഇൽഹാദു. ഈ പറഞ്ഞ കൂട്ടരാരാണ്? ഈ പറഞ്ഞ കൂട്ടരെ കുറിച്ച് ഇതുവരെ ഞാൻ ബൈത്തിൽ അഹ്ലു ബൈത്ത് എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. ഔലാദു ഫാത്തിമത എന്നാ പറഞ്ഞത്. ഖൗമും മിനന്നാസി, മനുഷ്യരിൽപ്പെട്ട ഒരു വിഭാഗം എന്നാണ് പറഞ്ഞത്. എന്നാൽ വ്യക്തമായി പറയുന്നു, ഹും അഹ്ലു ബൈത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവര് അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ ഉടമകളാണ്. അള്ളാന്റെ ഹബീബിന്റെ വീടിന്റെ ഉടമകളാണ്. ആര്? തിരുപരമ്പരയിൽപ്പെട്ട എല്ലാവരും മദീനത്തുണ്ടായിരുന്ന മുത്തുനബിയുടെ വീടിന്റെ ഉടമകളാണ്. അല്ലാത്ത ഔലിയാക്ക് അള്ളാന്റെ ഹബീബ് ലോകത്ത് മുഴുവനും പടച്ചു വെച്ച, പടുത്തുയർത്തിയ ഒരു വീടുണ്ട്. ആ വീടാണ് ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്തി വ ഹിജ്ജിൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. 5 സ്തംഭങ്ങൾ, ഇസ്ലാമിക 5 സ്തംഭങ്ങളെ കൊണ്ട്, ആ 5 സ്തംഭങ്ങളാവുന്ന തൂണുകളിലൂടെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നല്ല ഒരു കൊട്ടാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ദീനുൽ ഇസ്ലാമാണ് ഏറ്റവും നല്ല സുരക്ഷിതമായ കൊട്ടാരം. ആ കൊട്ടാരത്തിൽ കയറിയവർക്ക്, സാധാരണ കൊട്ടാരത്തിൽ എന്തിനാണ് നാം വീടുണ്ടാക്കുന്നത്, കൊട്ടാരം ഉണ്ടാക്കുന്നത്? ആ വീടിന്റെ ഉള്ളിൽ, കൊട്ടാരത്തിനുള്ളിൽ തണുപ്പോ ചൂടോ ഏൽക്കാതെ നല്ല ശാന്തമായി അതിൽ ജീവിക്കാൻ വേണ്ടി. എന്നാൽ ദീനുൽ ഇസ്ലാമാകുന്ന കൊട്ടാരത്തെയും അള്ളാന്റെ ഹബീബ് പടുത്തിയത്, അള്ളാന്റെ ഹബീബ് പടുത്തുണ്ടാക്കിയത്
അത് ശക്തമായ അതിശക്തമായ ചൂട്, അതിശക്തമായ തണുപ്പ്, അതാണ് നരകം. നരകത്തിൽ അസഹ്യമായ തണുപ്പുമുണ്ട്, അസഹ്യമായ ചൂടുമുണ്ട്. അത് രണ്ടും മേൽക്കാതിരിക്കാൻ ഇവിടെ അള്ളാഹു സംവിധാനിച്ചൊരു വീടാണ്, അമ്പിയാക്കളിലൂടെ പടുത്തുയർത്തിയൊരു വീടാണ്. ആ വീടിന്റെ അവസാന പണി, ആ വീടിന്റെ അവസാന മിനുക്ക് പണി നടത്തിയത്, അവസാനത്തെ കല്ല് വെച്ചത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ വീടിന് 5 തൂണുകളുണ്ട്. ആ തൂണുകളെ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ തൂണ്, അതിന്റെ നടും തൂണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള സാക്ഷ്യപ്പെടുത്തലാണ്. സാക്ഷ്യപ്പെടുത്തലാവുന്ന തൂണാണ് അതിന്റെ നടും തൂണ്. ആ നടും തൂണ് പോയാൽ പിന്നെ ചുമരുകളെ കൊണ്ട് യാതൊരു കാര്യവുമില്ല. വീട്ടിന്റെ അകത്തേക്ക് വെയിൽ വരുന്നതാണ്, വീട്ടിന്റെ അകത്തേക്ക് ശാശ്വതമായി തണുപ്പ് വരുന്നതാണ്, മഴ വരുന്നതാണ്. ആ നടുംതൂണ് കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട തൂണാണ് നിസ്കാരമാകുന്ന തൂണ്. അസ്വലാത്തു ഇമാദുദ്ദീൻ, ഓ ജനങ്ങളെ, നിസ്കാരം ദീനുൽ ഇസ്ലാമാകുന്ന വീടിന്റെ പ്രധാനപ്പെട്ട ഒരു തൂണാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നിന്ന് ബുദ്ധിയുള്ള മനുഷ്യന്മാരെ മനസ്സിലാക്കേണ്ടത്, നിസ്കാരം മാത്രമല്ല തൂണ്, സകാത്തും തൂണ് തന്നെ, നോമ്പും തൂണ് തന്നെ, ഹജ്ജും തൂണ് തന്നെ. ഇങ്ങനെ 5 തൂണുകളാൽ നിർമ്മിതമായ സുഭദ്രമായ ഒരു വീടാണ്, ഒരു ഗേഹമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാമാകുന്ന ബൈത്ത്. ആ ബൈത്ത് റസൂലുള്ളാഹിന്റെ ബൈത്താണ്. ബൈത്തു റസൂലില്ല എന്ന് പറയാൻ പറ്റിയ ബൈത്താണത്. ബൈത്തു മുഹമ്മദിൻ എന്ന് പറയാൻ പറ്റിയ ബൈത്താണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്തുകൊണ്ട്? എല്ലാ അംബിയാ മുർസലീങ്ങളും ഈ റസൂലുള്ളാഹിന്റെ ഉമ്മത്താണ്. എല്ലാ അംബിയാ മുർസലീങ്ങളും മുത്തുനബി മുഹമ്മദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീഴിലുള്ള ആ നബിയുടെ ദീനുൽ ഇസ്ലാം കാലാന്തരങ്ങളിലുള്ള വ്യത്യാസത്തോടുകൂടെ, ഓരോ കാലങ്ങളോട് യോജിച്ച വിധത്തിലുള്ള മാറ്റങ്ങളോടുകൂടെ, വിശ്വാസത്തിൽ മാറ്റമില്ലാതെ പ്രവർത്തനങ്ങളിൽ കാലോചിതമായ മാറ്റത്തിന് വിധേയമാക്കപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീൻ പ്രചരിപ്പിക്കാനും റസൂലുള്ളാഹിയെ പരിചയപ്പെടുത്താനുമാണ് ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും വന്നത്. അല്ലേ? യാതൊരു സംശയവും വേണ്ട. എല്ലാ അംബിയാ മുർസലീങ്ങളും അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, അവിടുത്തെ മൗലിദ് ഓതിയിട്ടുണ്ട്. ബിമബ്ആസി കുല്ലുൻ നബിയ്യീന ബശറത് ഫമാ മുർസലുൻ ഇല്ലാ ലഹു കാന യഖ്തുബു. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ദീനുൽ ഇസ്ലാമിന്റെ പൂർത്തീകരണവുമായി മുഹമ്മദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം വരാനുണ്ട് മക്കളെ. ആ നബി എപ്പോൾ നിങ്ങൾക്ക് വരുന്നു, ആ നബിയെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണേ. ഞങ്ങൾ പറഞ്ഞു തന്നിടത്ത് നിൽക്കരുത്, ഞങ്ങൾ പറഞ്ഞു തന്ന മതചേഷ്ടകളുടെ അവിടെ നിൽക്കരുത്. അത് മാറ്റിവെച്ച് നിങ്ങൾ മുഹമ്മദ് നബി എന്ത് പറയുന്നു അതിലേക്ക് മാറണേ, ആ മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിക്കണേ എന്ന് പറഞ്ഞു കൊടുക്കാത്തൊരൊറ്റ പ്രവാചകനും ഭൂമിയിൽ വന്നിട്ടില്ല. ഫമാ മുർസലുൻ ഇല്ലാ ലഹു കാന യഖ്തുബു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കാത്ത ഒരു പ്രവാചകനും കഴിഞ്ഞു പോയിട്ടില്ല. ബിതൗറാത്തി മൂസാ നഅതുഹു വസിഫാതുഹു വഇൻജീലു ഈസാ ബിൽ മദാഇഹി മുത്നിബൂ. തൗറാത്തിലും ഇൻജീലിലും സബൂറിലുമൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് എത്രയാണ് മദ്ഹ് പറഞ്ഞിട്ടുള്ളത്. വായിക്കാൻ കഴിയുന്നവർക്ക് അത് വായിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോഴുള്ള തൗറാത്തിലും ഇൻജീലിലും ഒന്നും അത് ഉള്ളതുപോലെ നിലനിർത്തപ്പെട്ടിട്ടുണ്ടാകില്ല. അത് മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. പഴയ തൗറാത്തിലുള്ളതൊക്കെ ചിലതെല്ലാം അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ ചില ഭാഗങ്ങൾ വലിയ മദ്ഹാണ് അതിലെല്ലാം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഹബീബിനെ വരച്ച് വെച്ചിട്ടുണ്ട് അതിൽ. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, തൗറാത്ത് ഇൻജീൽ സബൂറൊക്കെ വായിച്ച ആളുകൾ അവർ മുഹമ്മദ് നബിയെ കാണുകയാണെങ്കിൽ അവർക്ക് അവരുടെ മക്കളെ അറിയുന്നതിനേക്കാൾ കൂടുതൽ മുഹമ്മദ് നബിയെ കണ്ടാൽ അവരറിയും. കണ്ടോ? ബുദ്ധിയുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്താണ് പറഞ്ഞത്. സ്വന്തം മക്കളെ കണ്ടാൽ അറിയുന്നതിനേക്കാൾ സ്പഷ്ടമായി തീരെ കാണാത്ത മുഹമ്മദ് നബിയെ കണ്ടാൽ അവർക്ക് അറിയാൻ കഴിയും ഇതാണ് മുഹമ്മദ് നബി. തൗറാത്തിലും ഇൻജീലിലും സബൂറിലൊക്കെ വിശേഷിപ്പിച്ച മുഹമ്മദ് നബി ഇതാണ്. എന്തുകൊണ്ട്? അത്രത്തോളം സുവ്യക്തമായി അല്ലാഹു തആല മറ്റു വേദങ്ങളിൽ, ദിവ്യവേദങ്ങളിൽ മുത്തുനബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കാലാന്തരങ്ങളിൽ വന്ന എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ ജനതകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്, പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്,
ആ ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഈസാ നബി വരെ ഉള്ള എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച പ്രബോധനം ചെയ്ത ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാം മുത്ത് നബിയുടെ വീടാണ്, മുഹമ്മദ് നബിയുടെ വീടാണ്. ആ ദീനുൽ ഇസ്ലാം മുത്തുനബിയിലൂടെ സമ്പൂർണമാക്കപ്പെട്ട ഒരു വീടാണ്. അതിന്റെ തുടക്കം അവർ കുറിച്ചു. മുത്തുനബിയുടെ നിർദ്ദേശപ്രകാരം ആദം നബി അലൈഹിസ്സലാം അത് തുടക്കം കുറിച്ചു എന്നേ ഉള്ളൂ. വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു ഗർഫൻ മിനൽ ബഹരി ഔ റശ്ഫൻ മിനദ് ദിയമി വകുല്ലു ആയിൻ നതർ റസൂലുൽ കിറാമു ബിയാ ഫഇന്നമ തസലത് മിൻ നൂരിഹി ബിഹി. ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് മുഴുവൻ അംബിയാ മുർസലീങ്ങൾ പ്രബോധനം ചെയ്തതെല്ലാം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അവര് കരഗതമാക്കിയ അറിവാണ് കേട്ടോ. ഇമാം ബൂസീരിയ പറയുന്നത്, അബ്ദുൽ വസീർ അല്ല പറയുന്നത്, ഇമാം ബൂസീരിയ പറയുന്നത്. അവർ പറഞ്ഞതല്ല മുഴുവൻ അംബിയാ മുർസലീങ്ങളും പറഞ്ഞു കൊടുത്ത മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പഠിതാക്കളായി അവർ അല്ലാഹുവിന്റെ ഹബീബിൽ നിന്നും മനസ്സിലാക്കിയ സംഭവങ്ങളാണ്. ചുരുക്കത്തിൽ ദീനുൽ ഇസ്ലാം അത് മൊത്തം ബൈത്തു റസൂലില്ല എന്ന് അവകാശപ്പെടാൻ പറ്റിയ ഗേഹമാണ് ദീനുൽ ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാമിനേക്കാൾ സുരക്ഷയുള്ള മറ്റൊരു വീട് ഇല്ല. അതുകൊണ്ട് ആ ദീനുൽ ഇസ്ലാം ആകുന്ന വീടിനെ വേണ്ടതുപോലെ ആ വീടിന്റെ അകത്ത് ഫുൾ കേറിയവരാണ്, പൂർണ്ണമായി കയറി നിന്നവരാണ് ഔലിയാ സ്വാലിഹീങ്ങള്. നമ്മൾ ആ വീടിന്റെ വരാന്തയിൽ നിന്നു, അതുകൊണ്ട് വെയിലും ചൂടൊക്കെ തണുപ്പൊക്കെ കുറേശ്ശെ ലഭിക്കും. ചിലർ ആ വീടിന്റെ സിറ്റ് ഔട്ടിൽ കയറിയിരുന്നു, അങ്ങോട്ടും ചിലപ്പോൾ വെയിൽ വരാറുണ്ട്, തണുപ്പ് വരാറുണ്ട്. എന്നുള്ള ഔലിയ അങ്ങനല്ല. അവര് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗേഹമാകുന്ന ദീനുൽ ഇസ്ലാം എന്ന വീട്, ആ വീടിന്റെ അകത്തേക്ക് പൂർണ്ണമായി ആ വീടിന്റെ അകത്തേക്ക് നിൽക്കുകയും ഒരിക്കലും ആ വീടിന്റെ പുറത്തേക്ക് അവർ പിന്നെ പോയിട്ടുമില്ല. അവർക്കൊരിക്കലും വീടിന്റെ പുറത്ത് നടക്കുന്ന ഉഷ്ണമോ വീടിന്റെ പുറത്ത് നടക്കുന്ന ശൈത്യമോ അവർക്ക് അനുഭവിക്കേണ്ടി വരില്ല. നരകം അവർക്ക് ഒരിക്കലും അനുഭവിക്കേണ്ടി വരില്ല. അതുകൊണ്ട് അഹ്ലു ബൈത്ത് റസൂലില്ലാഹ്, മേൽപ്പറഞ്ഞ രണ്ട് വിഭാഗം അഹ്ലു ബൈത്തും റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്താണ് കേട്ടോ. തങ്ങന്മാര് മാത്രമേ അഹ്ലു ബൈത്തുള്ളൂ. ഔലിയാവിനെ പറ്റി അഹ്ലു ബൈത്ത് എന്ന് പറയൂല, അവരെ പറ്റി ആല് എന്നാ പറയാ എന്ന് പറയുന്നതിന് തെളിവില്ല. രണ്ടു കൂട്ടരെ പറ്റിയും അഹ്ലു ബൈത്ത് എന്നും ആല് എന്നും സാദാത്ത് എന്നും ഖറാബത്ത് എന്നും എന്തെല്ലാം ഖുർബ എന്നും എന്തെല്ലാം തിരുപരമ്പരെ കുറിച്ച് പറയുമോ അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹുമായി വലിയ ബന്ധം സ്ഥാപിച്ച് റസൂലുള്ളാഹിക്ക് റാദിയത്തും മർദിയ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി പൂർണ്ണമായി പൊരുത്തപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയ ഔലിയാഇന്റെ റൂഹ് അതെല്ലാം നേടിയെടുത്തു. അതുകൊണ്ടല്ല മഹാന്മാര് പറഞ്ഞത് കുല്ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വിശദീകരിച്ച സൂക്തമാണ്. ആ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ എന്ന് പറഞ്ഞതുകൊണ്ട് വിവക്ഷ അഹ്ലു ബൈത്ത് മാത്രമല്ല അഹ്ലുൽ വിലായത്താണ് എന്ന്, അഹ്ലു വിലായത്തും കൂടെയാണെന്ന് ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു തന്റെ ഗുരുവായ അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അവൻ അത് ശരിവെക്കുന്നുണ്ട്. ഹും അഹ്ലു ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുഹും ഫർളും വബഗ്ളുഹും ഹുൽകും വഇൽഹാദു. ഹുബ്ബുഹും അഹ്ലു ബൈത്തിനെ സ്നേഹിക്കൽ മഹബ്ബത്ത് വക്കൽ ഫർളുൻ, അത് നിർബന്ധമാണ്, അത് ദീനിന്റെ ഒരു ഭാഗമാണ്. ഏത് അഹ്ലു ബൈത്ത്? രണ്ട് അഹ്ലു ബൈത്തിനെയും ഇഷ്ടപ്പെടല് നിർബന്ധമാണ്. അഹ്ലു ബൈത്തിനെ നീ വെറുത്താൽ എന്താ സംഭവിക്കുക? വബഗ്ളുഹും, അഹ്ലു ബൈത്തിനോട് നീ ശത്രുത കാണിച്ചാൽ, അവരോട് നീ വെറുത്തു കളഞ്ഞാൽ ഹുൽക്കുൻ, നീ ഹലാക്കായി പോകും, നീ നശിച്ചു പോകുമടോ. ഏത് അഹ്ലു ബൈത്ത്? രണ്ട് അഹ്ലു ബൈത്ത്. അല്ലാഹു പറഞ്ഞില്ലേ ഖുദ്സിയായ ഹദീസിലൂടെ, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. എന്റെ വലിയനോട് ഒരാൾ ശത്രുത കാണിച്ചാൽ, എന്റെ വലിയനോട് ഒരാൾ വെറുപ്പ് കാണിച്ചാൽ, ശത്രുത കാണിച്ചാൽ, ഫഖദ് ആദൻതുഹു ബിൽ ഹർബി, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചു. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചാൽ, അള്ളാഹു ഒരാളോട് യുദ്ധം ചെയ്താൽ പിന്നെ അവൻ നശിക്കല്ലാതെ വേറെ എന്ത് സംഭവിക്കും? അവന് ഒരിക്കലും ആ നാശത്തിൽ നിന്ന് കരകയറാൻ സാധിക്കില്ല. അതാണ് ഇമാമിയങ്ങൾ പറഞ്ഞത്, അവൻ ശാശ്വതമായി നരകത്തിൽ ശാശ്വതമായി പോവും. അങ്ങനെ അവന്റെ ഈമാൻ നശിച്ചു പോകും. ഒരിക്കലും അവൻ ഈമാൻ കിട്ടി മരിക്കാൻ പറ്റൂല. അതുകൊണ്ട് അഹ്ലു ബൈത്തിനെയും ഔലിയാവിനെയും തൊട്ട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവരെ വെറുക്കല്, അവരോട് ശത്രുത വെക്കൽ ഹുൽക്കുൻ, അത് ഹലാക്കാണ്, നാശമാണ്. വഇൽഹാദു, അത് മതവിരോധവുമാണ്.
അത് മതത്തിൽ നിന്ന് തെറ്റിപ്പോവലാണ്, അത് മതവിരുദ്ധവുമാണ്, മതനിയമവിരുദ്ധമാണ്, അല്ലെങ്കിൽ മതനിഷേധമാണ്. കാരണം ദീനുൽ ഇസ്ലാം അത് കൊണ്ടുവന്നത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടയാളങ്ങളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചിട്ടുണ്ട് എന്നതിന് തെളിവാണ്. ഇവിടെ ഉള്ള മുഴുവൻ തങ്ങന്മാര്, മുഴുവൻ ഔലിയായി റസൂലുള്ളാഹി ജീവിച്ചിട്ടുണ്ട് എന്നതിന് തെളിവാണ്. സാധാരണക്കാരായ നമ്മള് റസൂലുള്ളാഹി ജീവിച്ചതിന് തെളിവല്ല. കാരണം റസൂലുള്ളാഹി ജീവിച്ചിട്ടുണ്ട്, നമ്മളെ ജീവിതം റസൂലുള്ളാഹിയുടെ ജീവിതം അല്ലല്ലോ, റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്ന രൂപത്തിലല്ല നമ്മളെ നീക്കുപോക്കുകളുള്ളത്. ഔലിയാ അവര് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ രൂപത്തിൽ പോയപ്പോ അവരുടെ ജീവിതത്തിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസാത്ത് കാണിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കും. ആ മുഅ്ജിസാത്തിന്റെ ബഖിയത്ത്, ശേഷിപ്പ്, കറാമത്തായി അവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അതുപോലെ ദീനുൽ ഇസ്ലാമിന്റെ സൗന്ദര്യം എന്ത്, ദീനുൽ ഇസ്ലാമിന്റെ പവിത്രത എന്ത് എന്ന് ഔലിയായിലൂടെ മറ്റു ജനങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. കാരണം ഒരൊറ്റ വലിയ ദുസ്വഭാവി ഇല്ല. വലിയ ഔലിയാ മുഴുവനും ഈ ഭൂമിയിലുള്ള ആളുകളോട് സൽസ്വഭാവം കാണിക്കുന്നവരാണ്. അതിന്റെ അർത്ഥം ഒരു തമ്മാടി ഉണ്ടെങ്കിൽ, ഒരു അക്രമി ഉണ്ടെങ്കിൽ ആ അക്രമിനോടും പുഞ്ചിരിച്ച് അവനെ പിടിച്ച് മടിയിലിട്ട് അവനോട് സന്തോഷം പറയുമെന്നല്ലേ ഈ പറഞ്ഞതിനർത്ഥം. ഓരോരുത്തരും അർഹിക്കുന്ന വിധത്തിൽ അവരോട് സൽസ്വഭാവത്തിൽ പെരുമാറുമെന്നർത്ഥം. എന്ത് തോന്നിയാസം ചെയ്താലും അവരോടെല്ലാം നല്ല രൂപത്തിൽ പെരുമാറണം എന്നല്ല. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറിയിട്ടില്ല. ഓരോരുത്തരും അവർ അർഹിക്കുന്ന രൂപത്തിലാണ് അവരോട് പെരുമാറേണ്ടത്. അപ്പോൾ അള്ളാഹുവിന്റെ ഔലിയായി അവരിലൂടെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൽസ്വഭാവം, ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സൽസ്വഭാവം അവരിലൂടെ ലോകം കാണുന്നു, കണ്ടുപഠിക്കുന്നു. ഏതെങ്കിലും ഒരു വലിയ ഇവിടെ തീവ്രവാദിയുണ്ടോ? ഏതെങ്കിലും ഒരു വലിയ ലോകത്ത് ഭീകരവാദിയുണ്ടോ? ഏതെങ്കിലും ഒരു വലിയ ഈ ലോകത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മതക്കാരെ നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. എന്താണത്? അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനത്തിലില്ല. എല്ലാ വിഭാഗക്കാരും ഇവിടെ നശിപ്പിച്ചു കളയണം. സത്യം പറഞ്ഞു കൊടുത്തു. ദീനുൽ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ, തിരു ഹദീസ്, പ്രവാചക പ്രസ്താവനകൾ, അത് സത്യം പറഞ്ഞു കൊടുത്തു. പിന്നെ ദീനുൽ ഇസ്ലാമിലുണ്ടായ യുദ്ധങ്ങൾ എന്താ? ദീനുൽ ഇസ്ലാമിലുണ്ടായ യുദ്ധങ്ങളെല്ലാം ശത്രുക്കൾ, ദീനുൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നശിപ്പിക്കാൻ മുന്നോട്ട് വന്ന ശത്രുക്കൾ, അവരോടുള്ള പ്രതിരോധമാണ്. ദീനുൽ ഇസ്ലാമിനെ മുന്നോട്ട് വെച്ച ആ സത്യസംഹിതകൾ, മനുഷ്യരാശിക്ക് ആവശ്യമായ ആ പ്രത്യേക ശാസ്ത്രം, അതൊരിക്കലും ഇവിടെ നശിപ്പിക്കാൻ പാടില്ല. നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യന് തന്നെ നിലനിൽപ്പില്ലാതെയായി പോകും. അതുകൊണ്ട് അതിന് ഭീഷണിയാകുമ്പോ ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വരുന്ന ശത്രുക്കളെ അവര് അവകാശപ്പെട്ട വിധത്തിൽ അവരെ കൈകാര്യം ചെയ്യല് അത് ഭീകരവാദമല്ല, അത് തീവ്രവാദവുമല്ല. ഔലിയാനെ പറ്റി പഠിക്കും, സ്വാലിഹീങ്ങളെ ജീവിതം പഠിക്കും. ലോകം കണ്ടപ്പോ സ്വാലിഹീങ്ങൾ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ദിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു എത്ര മുസ്ലിമിനെയാണ് കൊന്നത്? കൊന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ചരിത്രമുണ്ടോ? ഇല്ല. കാണുന്ന മുസ്ലിമിനൊക്കെ കൊല്ലൽ അതൊരു പുണ്യകർമ്മമാണെങ്കിൽ ആ പുണ്യകർമ്മം കൂടുതൽ ചെയ്യേണ്ടത് സയ്യിദി മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളാണ് ചെയ്യേണ്ടിയിരുന്നത്. അല്ലേ? നിങ്ങൾ ആലോചിച്ചു. ലോകത്തെ ഏറ്റവും പ്രസിദ്ധരായ വലിയാണ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. കാണുന്ന മുസ്ലിങ്ങളൊക്കെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അതൊരു പുണ്യകർമ്മമാണെങ്കിൽ ആ പുണ്യകർമ്മം ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാണ്, സ്വാലിഹീങ്ങളാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നാം ധാരാളം വായിച്ചിട്ടുണ്ട്. അവരെ കുറിച്ച് 40ഓളം പുസ്തകങ്ങൾ അവരെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അതിലെവിടെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു അമുസ്ലിമിനെ വധിച്ചു എന്ന്. ധാരാളം അമുസ്ലിങ്ങൾ അവരുടെ ജീവിതം കണ്ട്, സൽസ്വഭാവം കണ്ട്, 100 കണക്കിന് അമുസ്ലിങ്ങൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ സൽപാന്തയിലേക്ക്, ആ റൂട്ടിലേക്ക് വന്ന് അവര് നല്ല സ്വാലിഹീങ്ങളായി, നല്ല മനുഷ്യരായി മാറിയെന്ന് നാം കേട്ടിട്ടുണ്ട്. അല്ലെ? അങ്ങനല്ലേ ഉള്ളൂ. സുൽത്താനുൽ ഹിന്ദ് അജ്മീരി റളിയല്ലാഹു തആല അൻഹു അവരുടെ ജീവിതം പരതിയാലും അങ്ങനെ തന്നെ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആ ഔലിയായിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിന് വായിച്ചെടുക്കാൻ സാധിക്കും. മുഹമ്മദ് നബിയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് അള്ളാഹുവിന്റെ ഔലിയായിലൂടെ ലോകത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഈ ഔലിയാ സ്വാലിഹീങ്ങൾ അഹ്ലുൽ ബൈത്താണെന്ന് പറയാൻ കാരണം. അപ്പൊ അഹ്ലുൽ ബൈത്തായിരിക്കുന്ന തങ്ങന്മാരെയും ഔലിയാനെയും, രണ്ട് വിഭാഗത്തെയും വെറുക്കാൻ പാടില്ല, അവരോടൊരിക്കലും ശത്രുത വെക്കാൻ പാടില്ല. അത് ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ നിർഭാഗ്യമാണ്.
ഇദ് ബുഗ്ളുഹും ബുഗ്ളുഹു യുദീഹി ലർറുമു ഫല്യഅതി മുബ്ഗിളഹും ലഅനും വഇബ്ആദു. എന്താണ് അഹ്ലു ബൈത്തിനെ അവരെ വെറുപ്പിക്കുക, അവരോട് ശത്രുത വെക്കുക, അത് വൻ നാശമാണെന്ന് പറയാൻ കാരണം ഇത് ബുഗ്ളുഹും ബുഗ്ളുഹു, അഹ്ലു ബൈത്തിനെ വെറുക്കുന്നത്, അവരോട് ശത്രുത വെക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശത്രുത വെക്കലാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് ശത്രുത വെക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശത്രുത വെക്കലാണ്. അല്ലാഹുവിന്റെ ഹബീബിന് വലിയ ഇഷ്ടപ്പെട്ട ആളാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. മടവൂർ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ വെറുക്കുന്നത്, അവരോട് ശത്രുത വെക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശത്രുത വെക്കലാണ്, വെറുക്കുന്നതിന് തുല്യമാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. മടവൂർ ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഔലിയാ സ്വാലിഹീങ്ങൾ യുദീഹി ലർറുഹുമു, റസൂലുള്ളാഹിനെ വേദനിപ്പിക്കുന്നതാണ് അഹ്ലു ബൈത്തിനെ വേദനിപ്പിക്കൽ. ഫല്യഅതി മുബിലഹും, അതുകൊണ്ട് അഹ്ലു ബൈത്തിനെ വെറുക്കുന്നവർ, അവരോട് ശത്രുത വെക്കുന്നവർക്ക് എത്തുന്നതാണ് ലഅനുൻ, ശാപമെത്തട്ടെ, വൈബ്ആദു, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റലും എത്തട്ടെ എന്ന് പറഞ്ഞാൽ എത്തുന്നതാണ് എന്നർത്ഥം, എത്തുക തന്നെ ചെയ്യുമെന്നർത്ഥം. ഫൽഹൗദു ഹൗദു അബീഹിം വൽ ജിനാനു ബിഹി ദുഖൂലുഹാ ഇന്നഹും ഫിൽ ഹശ്രി അജ്നാദു. ഫൽഹൗദു ഹൗദു അബീഹിം, എന്താ അവർക്ക് ശാപമുണ്ട്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അകറ്റുമെന്ന് പറയാൻ കാരണം നാളെ മഹ്ശറിലേക്ക് അവർ വരുമ്പോ, മഹ്ശറില് ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് മഹ്ശറിലുള്ള മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ, മുസ്ലിങ്ങൾ, അവര് റസൂലുള്ളാഹിന്റെ ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് കഠിനമായ ദാഹമുണ്ടായത് കൊണ്ട് ആ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ വരുന്നതാണ്. ഫൽ ഹൗദു ഹൗദു അബീഹിം, അന്നേരം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആട്ടും. സുഹ്ഖൻ സുഹ്ഖാ, നിങ്ങളും ഞാനും അല്ലാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങൾ ചെയ്തവരാണ്, നിങ്ങൾക്ക് ഇവിടെ ഇടമില്ല, പോവൂ, അകന്നു പോവൂ എന്ന് പറയും. ഫൽ ഹൗദു ഹൗദു അബീഹിം, ഹൗദുൽ കൗസർ അഹ്ലു ബൈത്തിന്റെ ഉപ്പയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദാണ്. ഔലിയാ അവരുടെ ഉപ്പയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ ഉപ്പയുടെ ഹൗദാണ് ഹൗദുൽ കൗസർ. ഔലിയാന്റെ ഒപ്പം കൂടിയാൽ, അവരുടെ പൊരുത്തം കിട്ടിയാൽ, അവരുടെ പിന്നിൽ നിന്നാൽ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ കഴിയും. അഹ്ലു ബൈത്തിന്റെ കൂടെ കൂടിയാൽ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ കഴിയും. അവരോട് അലർജി ആയാൽ, ഇന്ന് തിരുപരമ്പര ഒരിക്കലും തിരുപരമ്പര ശേഷിക്കുന്നില്ല, തിരുപരമ്പര എന്നോ മുറിഞ്ഞു പോയി എന്നാണ് നല്ലൊരു വിഭാഗം പുത്തൻ പ്രസ്ഥാനക്കാർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അഹ്ലു ബൈത്ത് ഇല്ല എന്ന് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ആയിഷ ബിൻ വായിൽ പറഞ്ഞ വാദമാണ് അത്. അഹ്ലു ബൈത്ത് ഇല്ല, അഹ്ലു ബൈത്ത് കർബലയിൽ നശിച്ചുപോയി, അതിന്റെ ശേഷം പിന്നീട് അഹ്ലു ബൈത്ത് വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഫൽ ഹൗദു ഹൗദു അബീഹിം, അവർക്ക് തങ്ങന്മാരോട് അലർജിയാണ്, അഹ്ലു ബൈത്തിനോട് അവർക്ക് അലർജിയാണ്. എന്നാൽ അവർക്ക് ഒരിക്കലും ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ കഴിയില്ല. വൽ ജിനാനു ബിഹി ദുഖൂലുഹാ, ഹൗദുൽ കൗസർ കഴിഞ്ഞാൽ പിന്നുള്ള രംഗം സ്വർഗ്ഗപ്രവേശനമാണ്. വൽ ജിനാനു, സ്വർഗ്ഗങ്ങളെല്ലാം, ബിഹി ദുഖൂലുഹാ, റസൂലുള്ളാഹിയുടെ ശഫാഅത്തോടുകൂടെ, റസൂലുള്ളാഹിയിലൂടെ മാത്രമാണ് സ്വർഗ്ഗത്തിലേക്ക് എത്തുക. അല്ലേ? അതല്ല മഹാന്മാർ പറഞ്ഞത്? റസൂലുള്ളാഹിയുടെ ശഫാഅത്ത് കൂടാതെ ഒരൊറ്റ വ്യക്തിക്കും, ഔലിയ ആവട്ടെ, അഹ്ലു ബൈത്ത് ആവട്ടെ, അംബിയാ മുക്കന്മാർക്ക് വരെ റസൂലുള്ളാഹിയുടെ ശഫാഅത്ത് വേണമെന്ന്. റസൂലുള്ളാഹിയുടെ അനുമതിയോട് കൂടെ അല്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കഴിയൂല. ഇത്രയും അതല്ലേ റസൂലുള്ളാഹി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തെ ഉടമയാക്കി കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇന്നല്ലാഹ മല്ലക്കഹുൽ ജിനാൻ, ഇമാം ഗസാലിയും സുയൂത്തിയൊക്കെ പറഞ്ഞത് റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വർഗ്ഗം ഉടമയാക്കി കൊടുത്തിട്ടുണ്ട്. ആ സ്വർഗ്ഗത്തെ തുറക്കുന്നത്, ഉദ്ഘാടനം ചെയ്ത് തുറക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഓരോ നബിമാർക്കും കടന്നോളി എന്ന് റസൂലുള്ളാഹി പറയേണ്ട ആവശ്യമില്ല, നമ്മൾ കേൾക്കുന്ന രൂപത്തിൽ സമ്മതം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥമല്ല, പക്ഷെ അത് ഉണ്ട്. ഇന്നഹും ഫിൽ ഹശ്രി അജ്നാദു, അഹ്ലു ബൈത്ത് ഫിൽ ഹശ്രി മഹ്ശറിൽ അജ്നാദു, അല്ലാഹുവിന്റെ ഹബീബിന്റെ സൈന്യമാണ്, ജുന്ദുല്ലാഹിയാണ്, അല്ലാഹുവിന്റെ സൈന്യമാണ്. ഔലിയാവും അഹ്ലു ബൈത്തും നാളെ മഹ്ശറിൽ വരുമ്പോൾ അവര് അല്ലാഹുവിന്റെ സൈന്യമായിരിക്കും. ആ സൈന്യത്തിന്റെ കൂടെ ഉണ്ടായാൽ ആ
വലിയ വ്യൂഹത്തിന്റെ കൂടെ നിൽക്കാൻ സാധിച്ചാൽ അവര് രക്ഷപ്പെട്ടു. അൽമർഉ മഅമൻ അഹബ്ബ, അതിന് അവരോട് മഹബത്ത് വേണം. മനുഷ്യൻ ആരെ ഇഷ്ടപ്പെട്ടോ അവരുടെ കൂടെ ഉണ്ടാവും. ഔലിയാനി അഹ്ലു ബൈത്തിന് ഇഷ്ടം വേണം, എന്നാൽ മാത്രമേ അവരുടെ കൂടെ രക്ഷപ്പെടാൻ കഴിയൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇയ്യാക ഇയ്യാക വല്ലിദാ ആല ഹബീബില്ലാഹി യഷ്ഖാ അദി യുൻസമ്മ ഹസാദു. ഇയ്യാക ഇയ്യാക, നിന്നെ സൂക്ഷിച്ചോ. വൽ ഈദാ ആല ഹബീബില്ലാഹ്, ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്ത് കുടുംബത്തെയും, അതായത് ഔലിയായ തിരുപരമ്പര അടങ്ങുന്ന മുഴുവൻ അഹ്ലു ബൈത്തിനെയും ബുദ്ധിമുട്ടാക്കലിനെ നീ സൂക്ഷിക്കണേ. ഒരിക്കലും ആ ക്രിയ ചെയ്യരുത്, ആ ദുഷ്ക്രിയയിൽ നീ പെട്ടുപോകരുത്. കാരണം യഷ്ഖാ അദിയുൻ സമ്മ, നാളെ മഹ്ശറിൽ, അവിടെ എന്ന് പറഞ്ഞാൽ മഹ്ശറിൽ അവരെ ബുദ്ധിമുട്ടാക്കിയവര്, അവരെ വിഷമിപ്പിച്ചവര് പരാജയപ്പെട്ടു പോകും. യഷ്ഖാ, അവര് പരാജയപ്പെട്ടു പോകും, ശാശ്വതമായ പരാജയത്തിലായി പോകും. ഹസാദു, അള്ളാഹുവിന്റെ ഹബീബിന്റെ അഹ്ലു ബൈത്തിനോട് അസൂയ വെച്ചുകൊണ്ട് അവരെ വിഷമിപ്പിച്ച ആളുകളൊക്കെ മഹ്ശറിൽ പരാജയപ്പെട്ടു പോകും. ഹും അവ്വലുൽ ഖൽഖി ശുർബൻ മാ കൗസരി യതി ബിഹിം അവ്വലൻ അദ്നം വമാ ബാദു. ഹും അവ്വലുൽ ഖൽഖി, അഹ്ലു ബൈത്ത് സൃഷ്ടികളെ കൂട്ടത്തിൽ, മഹ്ശറിൽ ജനങ്ങളെ കൂട്ടത്തിൽ ആ ശുർബൻ മാ കൗസരിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദുൽ കൗസറിൽ നിന്ന് ആദ്യമായി കുടിക്കുന്നവരാണ്. ഹൗദുൽ കൗസർ ആദ്യമായി കുടിക്കുന്നത് അഹ്ലു ബൈത്താണ്, ഔലിയാവും തിരുപരമ്പരയും. അതിന് ശേഷമാണ് മറ്റുള്ളവർ. യഅതി ബിഹിം അവ്വലൻ അദ്നൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലു ബൈത്തിന് ആദ്യമായി ഹൗദുൽ കൗസറിൽ നിന്ന് കുടിപ്പിച്ച ശേഷം അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. വമാ ബാദു, അവർക്കൊരിക്കലും റസൂലുള്ളാഹിയിൽ നിന്ന് അകലേണ്ടി വരില്ല, അവർക്കൊരിക്കലും ഹലാക്കുണ്ടാകില്ല, നാശമുണ്ടാകില്ല അഹ്ലു ബൈത്തിന്. സുമ്മൽ മുഹിബ്ബു ലഹും യഅതി യുറാഫിഖുഹും ഫലഅനിൽ ആലിയൻ ആദാക ഇംദാദു. അഹ്ലു ബൈത്തിന്റെ കാര്യമാണ് ഈ പറഞ്ഞത് എങ്കിൽ സുമ്മൽ മുഹിബ്ബു ലഹും, പിന്നെ അഹ്ലു ബൈത്തിനെ ഇഷ്ടപ്പെട്ടവര്, തിരുപരമ്പരയെയും അല്ലാഹുവിന്റെ ഹബീബിന്റെ അർവാഹിൽ റൂഹിലൂടെയുള്ള പരമ്പരയാകുന്ന ഔലിയായി, ആ ഔലിയായിനെയും മഹബത്ത് വെച്ച കൂട്ടര് യഅതി യുറാഫിഖുഹും, ആ അഹ്ലു ബൈത്തിന്റെ കൂടെ തന്നെ അവരും ഉണ്ടാവും പിന്നിലായി. ഫലഅനിൽ ആലിയൻ, ആ അഹ്ലു ബൈത്തിൽ നിന്ന് ഒരിക്കലും അവരെ മഹബത്ത് വെച്ചവർ അകന്നു പോവുകയില്ല. അഹ്ലു ബൈത്തിനെ മഹബത്ത് വെച്ചവര്, ഔലിയായിനെ മഹബത്ത് വെച്ചവര്, തിരുപരമ്പരയെ മഹബത്ത് വെച്ചവര്, തിരുകുടുംബത്തെ മഹബത്ത് വെച്ചവര് നാളെ ഒരിക്കലും മഹ്ശറിൽ അവരിൽ നിന്നും അകന്നു പോവുകയില്ല. ദാക ഇംദാദു, അത് ആത്മീയമായ സഹായമാണ്.